നമസ്കാരം. മഹാശിവരാത്രി വരുന്നതിൻ്റെ മുൻപേ മഹാശിവരാത്രിയുടെ സാധന ക്രമീകരണങ്ങൾ ഒരു ആത്മാന്വേഷി ചെയ്ത് തുടങ്ങേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ഈ സൃഷ്ടിയിൽ, ഈ സൗരയുഗത്തിൽ സൂര്യചന്ദ്രന്മാർ ഭൂമിയിലേക്ക് അടുക്കുമ്പോഴാണ് നമ്മുടെ കോൺഷ്യസിനെ, ആ സ്റ്റേറ്റിനെ നമുക്ക് അനുഭവിക്കുവാനും നമുക്ക് അറിയുവാനും സാധിക്കുന്നത്. അതിനുള്ളൊരു മാർഗമാണ് ധ്യാനം എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ നാച്ചുറലി സംഭവിക്കേണ്ടതാണ്. മെഡിറ്റേഷൻ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ചില ക്രമീകരണത്തിലൂടെ മഹാശിവരാത്രിയുടെ അന്ന് വെറുതെ ഉണർന്നിരുന്നാൽ നമുക്ക് സംഭവിക്കില്ല. അതേസമയം നമ്മുടെ നട്ടൽ സജീവമാക്കാനായിട്ടുള്ള ചില ക്രമീകരണ രീതികളുണ്ട്. ആദിഗുരുജി ഫൗണ്ടേഷനിലാണെങ്കിൽ അർബുദക്രിയ പോലുള്ള ക്രമീകരണം പരിശീലിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മഹാശിവരാത്രിയൊക്കെ ഒരു സാധ്യതയാവുന്ന ദിവസമാണ്. ഇനിയിപ്പം അധികം പരിശീലനങ്ങളൊന്നുമില്ലാതെ എന്താണ് ഈ കോൺഷ്യസ്നെസ്സിനെ അറിയണം, അല്ലെങ്കിൽ ഇതിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമ്മളൊരു ക്രമീകരണം ഒരുക്കുന്നുണ്ട്. മഹാശിവരാത്രിയുടെ ആ ദിനത്തിൽ യോഗീശ്വരലിംഗ സന്നിധിയിൽ മഹാ അന്നദാനവും, അതേപോലെ തന്നെ അന്നത്തെ ദിവസം മഹാശിവരാത്രി എന്ന് പറയുന്ന ദിനത്തിൽ അന്ന് ഫുൾ ഡേ നൈറ്റിൽ എൻ്റെ ഒപ്പം ഇരുന്ന് മഹാമന്ത്രം, ദീക്ഷയും, അതേപോലെ തന്നെ ഫുൾ നൈറ്റ് മെഡിറ്റേഷൻ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളൊരു ക്രമീകരണം കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടി പാകപ്പെടേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ തന്നെ സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടുള്ള സീക്കിങ് ശക്തമായിരിക്കണം. അതുമാത്രമാണ് നമ്മുടെ ഒരു രീതി വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഭാഗവത്താവാനും മഹാശിവരാത്രി എന്ന് പറയുന്നത് ഒരു നമ്മുടെ നട്ടലിനെ ഒരു ഹൈവേ പോലെ ആക്കുകയാണ്. ഹൈവേ എന്ന് വെച്ചാൽ അറിയില്ല, അല്ലെ, ഒരു NH പോലെ ആക്കുകയാണ്. അത്രയും ക്ലിയർ ആക്കുകയാണ്. നമ്മുടെ ബന്ധനങ്ങളെ മുഴുവനും പൊട്ടി, അല്ലെങ്കിൽ നമ്മുടെ കർമ്മബന്ധനങ്ങൾ മുഴുവനും അഴിഞ്ഞ് നമ്മുടെ നട്ടൽ അത്രത്തോളം സജീവമായിരിക്കുകയാണ്. നമ്മുടെ നട്ടലൊരു NH ആണ്, അത് വളരെ ശക്തമാണ്. അതിലൂടെയാണ് ഇത് മൂവ് ചെയ്ത് ഉയരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നാച്ചുറലി സൃഷ്ടി ഒരുക്കുന്ന പ്രോസസ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. യോഗീശ്വരലിംഗ സന്നിധിയിൽ ഒരു തയ്യാറെടുപ്പ് പോലും ഇല്ലാതെ അത് സംഭവിക്കുന്നുണ്ട്. അന്നത്തെ ഊർജം വളരെ വലുതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് നന്നായി അറിയായിരുന്നു അതിൻ്റെ ഈ ഒരു സൗരയുഗം എത്തിയിരിക്കുമ്പോൾ അവിടുത്തെ ശക്തി എന്തുമാത്രം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഈ ഒരു ശിവരാത്രിയുടെ സാധ്യത നമ്മൾ ഒരുക്കണം. കർമ്മത്തെ ക്ലിയർ ചെയ്യാനായിട്ടാണ് മഹാ അന്നദാനം നമ്മൾ നൽകുന്നത്. അതിനുവേണ്ടി സേവ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വോളണ്ടിയറിനുള്ള ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട്. ഒരു 1 വീക്കിനുള്ളിൽ വെബ്സൈറ്റ് നമ്മുടെ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കാം. മഹാശിവരാത്രി ഒരു സാധ്യതയാണ്. വർഷത്തിൽ ഒരു തവണ ഒരുങ്ങുന്ന ഒരു സാധ്യതയെ മിസ് ചെയ്യാതിരിക്കുക, അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എൻലൈറ്റ്മെൻറ്റ് പല യോഗികൾക്കും സംഭവിച്ചിരിക്കുന്ന ഒരു ദിനമാണ്. കൃപ എല്ലാവരെയും ചൊരിയട്ടെ അതിനായിട്ട്. നമസ്കാരം.